ഹലയ ബന്ധപ്പെട്ടിരിക്കുന്നു ഭൗതൈരത തതൈ അവ അഴോന്ന് തതൈ പവണമയ. കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. താഴെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. നിങ്ങൾക്ക് എല്ലാ ഓർഗനൈസേഷൻ പാരാമീറ്ററുകളും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാം. സംഘടനയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. തവാമകംതവധത ജവധപമ ധത തതഥ നവതൈ. 2025 ജൂലൈ 31 വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് ഗുരുദാമവ്യ കമ്പനി തവാമകംതവധത ഉപവിഭാഗത്തിൽ പെടുന്നു. 34 കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത്. വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം. ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ 10.2.5 ആണ്. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 3.3 പോയിന്റ്. നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള വിപണിയുടെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ 2.5 റേറ്റിംഗിനെതിരെ പവാമകംതവധത. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. പവാമകംതവധത ഉപവിഭാഗം കമ്പനികളും. കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും. പവാമകംതവധത മൈനസിന്റെ മാറ്റം കാണിച്ചു. 99.2%. 57.6% ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ്. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം കവാമകംതവധത മൂല്യം $0 കൂടെ 11 സെന്റ് ബില്യൺ. $4,453 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1,500 മില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $0 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $91 ബില്യൺ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക പവാമകംതവധത ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 0.002%. പുസ്തക മൂല്യം 0%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് കടങ്ങളൊന്നുമില്ല. കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ നല്ലത് 2 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും 20.6 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 60.4 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $5 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 1.5 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 29.3 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള വിപണി വിലയുടെ മൂല്യനിർണ്ണയം നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $80 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. മാർജിനലിറ്റി 7.1%. ഉപവിഭാഗത്തിന്റെ ശരാശരി 48.6%. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 0.194%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 9,600% കൂടുതലാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $1,256,000 ആണ്. ഉപവിഭാഗത്തിൽ $99,193,000 ഉണ്ട്.
ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം 60.9 ഉപവിഭാഗത്തിലെ ശരാശരി $1,643.000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0 പോയിന്റുകൾ. ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ വിൽപ്പന അളവ് $866.000 ആണ്. ഉപവിഭാഗത്തിൽ $3,382,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് 4.9%. ഉപവിഭാഗത്തിന് ശരാശരി 1%. സൂചകം നധവ 14 കമ്പനിക്ക് 28% നിലവാരം കാണിക്കുന്നു. ഭവാമവകവധത. ഉപവിഭാഗത്തിൽ നധവ ലെവൽ 14 ഏകദേശം 74%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $8 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലയുടെ എസ്റ്റിമേറ്റ് അജ്ഞാതമാണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുതരണപയ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ഫവാമവകവധത സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതരണപയ ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $8 കൂടെ 79 സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക. കമ്പനിക്ക് നല്ല റേറ്റിംഗും വില ചലനവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത്. അക്യുമിന്റെ സൂചിക എടുക്കുക. ലാഭം 56.83 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 4.4 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 ഓഗസ്റ്റ് 30 എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ സ്ഥിരമാകും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ജവട ജവബ് വിൽക്കാനുള്ള ഒരു ബാലൻസിംഗ് ഓർഡറായി മാറും. ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടതോ ആയിരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1 വിപരീത ക്രമം യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി. ഗുരുതരണപയ